സ്നേഹമുള്ളവരെ, ക്രൈസ്തവ ജീവിതം കാത്തിരിപ്പിൻ്റെ ജീവിതമാണ്. ഒരു രക്ഷകനെ പ്രതീക്ഷിച്ചുള്ള കാത്തിരിപ്പ് ചരിത്രാതീത കാലം മുതൽ ചരിത്രം രണ്ടായി വിഭജിക്കപ്പെടുന്ന കാലം വരെയും നീണ്ടു. യേശുവിൻ്റെ കാലത്തിന് ശേഷം വലിയൊരു കാത്തിരിപ്പിലാണ് നമ്മൾ. അവൻ്റെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ ദിവസം രണ്ട് കാത്തിരിപ്പിൻ്റെ പ്രതീക്ഷകൾ നമുക്ക് ലഭിച്ചു. ഒന്നാമത്തേത്, യേശുവിൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ നേരം മേഘങ്ങൾ വന്നവനെ ആവരണം ചെയ്യുകയും അവൻ മേഘത്തിൻ്റെ ഉള്ളിലായി പോവുകയും ചെയ്തപ്പോൾ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, അല്ലയോ ഗലീലയരെ, നിങ്ങളെന്തിനാണ് ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത്? പോയവൻ പോയതുപോലെ തന്നെ തിരിച്ചു വരും. പോയവൻ പോയതുപോലെ തന്നെ തിരിച്ചു വരുന്നത് നോക്കി ഇരിക്കുന്നവരാണ് നമ്മൾ. ആകാശത്തേക്ക് നോക്കിയിരിക്കുന്നവർ, സ്വർഗത്തിലേക്ക് നോക്കിയിരിക്കുന്നവർ. രണ്ടാമത്തെ കാത്തിരിപ്പാകട്ടെ, രണ്ടാമത്തെ ഒരു കാത്തിരിപ്പിൻ്റെ വാഗ്ദാനം സ്വർഗാരോഹണത്തിന് തന്നെ യേശു തന്നെ നമുക്ക് തന്നതാണ്. ആ വാഗ്ദാനം ഇതാണ്: നിങ്ങൾ ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ലഭിക്കുന്നിടം വരെയും ദേവാലയത്തിൽ തന്നെ കഴിയണം, നഗരം വിട്ടു പോകരുത്. ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ലഭിക്കുന്നിടം വരെയും നിങ്ങൾ കാത്തിരിക്കണം. എവിടെ? ദേവാലയത്തിൽ. എങ്ങനെ? പ്രാർത്ഥനാരൂപിയിൽ. ഇത് കാത്തിരിപ്പിൻ്റെ ഞായറാഴ്ചയാണ്. വ്യാഴാഴ്ച സ്വർഗാരോഹണം കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച നമ്മൾ ആചരിക്കുന്ന പെന്തക്കുസ്താ തിരുനാൾ വരെയുള്ള 10 ദിവസം നീളുന്ന കാത്തിരിപ്പിൻ്റെ ദിവസം. 9 ദിവസത്തെ കാത്തിരിപ്പും 1 ദിവസത്തെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനവും. ഇങ്ങനെയാണ് നമുക്ക് നവനാൾ ജപങ്ങളുണ്ടായത്. നമ്മുടെ എല്ലാ നവേന പ്രാർത്ഥനകളും തന്നെ 9 ദിവസമാണ്. നവം എന്ന് പറഞ്ഞാൽ 9. അപ്പസ്തോലന്മാർ യേശുവിനെ കാത്തിരുന്ന 9 ദിവസങ്ങൾ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാന കാര്യങ്ങൾക്കെല്ലാം നമ്മൾ 10 ദിവസം കാത്തിരിക്കുന്നത്. യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. ഈ ആരോഹണം, സ്വർഗത്തിൽ യേശു ആയിരിക്കുന്നത് ഒരു വിടവാങ്ങലല്ല. തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുന്ന വാക്കുകൾ വിടവാങ്ങലിൻ്റെ വാക്കുകളെയല്ല. യാത്രാമംഗളം നേരുന്നതല്ല ശിഷ്യന്മാർ യേശുവിന്. ഒരു വിടവാങ്ങലാണ് എങ്കിൽ അവിടെ എന്താ ഉണ്ടാവുക? അവിടെ ദുഃഖങ്ങളുണ്ടാകും, സങ്കടമുണ്ടാകും, വേർപാടിൻ്റെ വേദനയുണ്ടാകും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. വേർപെട്ട് പോകുന്നയാൾ പറയുകയാണ്, ഒരിക്കലും ആരും പറഞ്ഞിട്ടില്ലാത്തതുപോലെ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാകും. അപ്പോൾ ആരാ പോകുന്നത്? പോകുന്നുണ്ട് എങ്കിലും ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഇവിടെ തന്നെയുണ്ട്. യേശു സ്വർഗാരോഹണം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഏതെങ്കിലും പ്രത്യേക സ്ഥലത്ത് പ്രത്യേക സമയത്ത് ഒരു സ്ഥലത്ത് മാത്രമേ ആയിരിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. ഒരു 50 കിലോമീറ്റർ ചുറ്റളവിൻ്റെ ഉള്ളിലായിരുന്നു യേശുവിൻ്റെ ശുശ്രൂഷ മുഴുവനും. അവിടെ ആയിരിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷേ യേശു സ്വർഗാരോഹണം ചെയ്തതുകൊണ്ട് തന്നെ ഭൂമിയിൽ എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കുന്നതിന് യേശുവിന് കഴിയുകയാണ്. കൗതാശികമായിട്ട് പറഞ്ഞാൽ കൂടുതൽ വലിയ അർത്ഥത്തിൽ ലോകത്തിൽ ബലിയർപ്പിക്കപ്പെടുന്ന 5 ലക്ഷത്തോളം അൾത്താരകളിൽ അവനുണ്ട്. കൗതാശികമായിട്ടല്ലാതെ നോക്കിയാൽ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും സമീപസ്ഥനായിട്ടുണ്ട്. പ്രപഞ്ചം മുഴുവനുമുണ്ട്. അതുകൊണ്ട് തന്നെ പോവുകയാണ് എന്ന് പറഞ്ഞാലും കൺമുൻപിൽ പോയി കണ്ടാലും ഇതാ കൂടെ ഉള്ളതായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു സാന്നിധ്യമാണ് സ്വർഗാരോഹണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ദൈവം കൂടെയുണ്ട് എന്നുള്ള വലിയ ഒരു ആശ്വാസവും ആത്മവിശ്വാസവുമാണ് സ്വർഗാരോഹണത്തിൻ്റെ കാതലതാണ്. സുവിശേഷം ആരംഭിക്കുന്നത് അവിടെയല്ലേ? മത്തായിയുടെ സുവിശേഷത്തിൽ യൗസേപ്പ് പിതാവിനോട് മാലാഖ പറയുന്ന കാര്യം, നീ അവന് യേശു എന്ന് പേരിടണം, അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന്. സുവിശേഷം അവസാനിക്കുന്നത് എന്ത് പറഞ്ഞിട്ടാ? ലോക അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. പേര് ഇമ്മാനുവൽ, ഞാൻ നിങ്ങളോട് കൂടെ, ദൈവം നമ്മോട് കൂടെ. വാക്ക്, ഞാൻ നിങ്ങളോട് കൂടെ എന്നും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയും നഷ്ടപ്പെട്ടു പോയ ഒരാളിനെ പറഞ്ഞു വിട്ടതിന് ശേഷമുള്ള ദുഃഖമല്ല ശിഷ്യന്മാരുടെ മനസ്സിലുള്ളത്. പിന്നെയോ അവർ അത്യധികം ആഹ്ലാദത്തോടെ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി ദേവാലയത്തിലേക്ക് പോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അത്യധികം ആഹ്ലാദത്തോടെ ഒരാളെ യാത്രയായിട്ട് ആക്കുക എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ചും
ആ പീഡാസകരത്തിൻ്റെ തൊട്ട് മുൻപൊക്കെ വേർപാടിൻ്റെ വേദന ഇങ്ങനെ തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് യേശു അവരിൽ നിന്നും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുമ്പോഴുള്ള സന്തോഷം നമ്മുടെ ഇടയിൽ അത്ഭുതം ഉളവാക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 13 മുതലുള്ള വാചകങ്ങൾ മുഴുവനും സങ്കടങ്ങളും നെടുവീർപ്പുകളും യാത്രാമംഗളങ്ങളും പോകുന്ന സമയത്തുണ്ടാകാവുന്ന വലിയ ആകുലതകളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷമാണ്. പക്ഷേ ഇവിടെ അതെല്ലാം ആഹ്ലാദത്തിന് വഴിമാറുകയാണ്. ആഹ്ലാദമാണ് ക്രൈസ്തവകത. സുവിശേഷം ആരംഭിക്കുന്നതും ആഹ്ലാദത്തിൽ തന്നെയല്ലേ. ആട്ടിടയന്മാർ യേശുവിനെ ഉണ്ണിമിശിഹായെ കണ്ടിട്ട് ആഹ്ലാദത്തോടു കൂടെയാണ് അവർ തിരിച്ചു പോകുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൽ മംഗളവാർത്ത ലഭിക്കുമ്പോൾ ലോകത്തിന് കിട്ടുന്നതായിട്ടുള്ള ഒരു ആഹ്ലാദത്തെപ്പറ്റി വരികൾക്കുള്ളിൽ എഴുതി വച്ചിട്ടുണ്ട്. ഇത് യേശു അവരിൽ നിന്നും അകപ്പറ്റപ്പെട്ട് കഴിയുമ്പോൾ അത്യധികം ആഹ്ലാദത്തോടെ അവർ ജെറുസലേമിലേക്ക് തിരിച്ചു വരുന്നു. ആഹ്ലാദിക്കാനുള്ളതാണ് നമ്മുടെ ജീവിതം. കാരണം ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഇത് കാത്തിരിപ്പിൻ്റെ ജീവിതമാണ്. ഈ കാത്തിരിപ്പിൽ നമ്മൾ എവിടെ ആയിരിക്കണം? യേശു പറയുന്നത് പോലെ ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ലഭിക്കുന്നിടം വരെയും നിങ്ങൾ ജെറൂസലേമിൽ ദേവാലയത്തിലായിരിക്കണം. അവർ ദേവാലയത്തിൽ തന്നെയായിരുന്നു. സുവിശേഷം ആരംഭിക്കുന്നത് എവിടെയാണ്? ലൂക്കായുടെ സുവിശേഷം സക്രിയ പ്രവാചകൻ ദേവാലയത്തിൽ ധൂപമർപ്പിക്കുന്നിടത്താണ് ആരംഭിക്കുന്നത്. അവസാനിപ്പിക്കുന്നത് എവിടെയാണ്? അപ്പസ്തോലന്മാർ പരിശുദ്ധാത്മാവിനെ കാത്ത് ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നിടത്താണ് ലൂക്കായുടെ സുവിശേഷം അവസാനിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതീകമാണ്. ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ദൈവം നമ്മോടുകൂടെ എന്നുള്ള വാക്കുകൾ കൊണ്ട്. ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ആഹ്ലാദത്തോടെ, ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ദേവാലയ അന്തരീക്ഷത്തിൽ. നമ്മുടെ കാത്തിരിപ്പ് ഇങ്ങനെയാണ്. ദൈവം കൂടെയുണ്ട് എന്നുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തോടെ ദേവാലയത്തിലുണ്ടാകാവുന്ന പ്രാർത്ഥനാ നിർഭരമായിട്ടുള്ള മനോഭാവത്തോടെ, ആ മനോഭാവം നമുക്ക് തരുന്ന ആഹ്ലാദത്തോടെ ഈ കാത്തിരിപ്പിൻ്റെ ജീവിതം തുടരണം. അല്ലെങ്കിലും പ്രിയമുള്ളവരെ, ആരെങ്കിലും നമ്മളെ കാത്തിരിക്കാനുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം നൽകുന്ന ഒരു ബലമുണ്ടല്ലോ. നമുക്ക് ആരെയെങ്കിലും കാത്തിരിക്കാനുണ്ട് എന്നുള്ള ആ ചിന്ത തരുന്ന ഒരു കരുതലുണ്ടല്ലോ. ഇതാണ് ജീവിതത്തിൻ്റെ സൗഭാഗ്യവും സായുജ്യവും. അതാണ് ആരും കാത്തിരിക്കാനില്ലാത്ത ഒരാളുടെ ജീവിതം. ആർക്കു വേണ്ടിയിട്ടും കാത്തിരിക്കാനില്ലാത്ത ഒരാളുടെ ജീവിതം എത്ര ദൗർഭാഗ്യകരമായിട്ടുള്ള ജീവിതമാണ്. നമുക്ക് അവനെ കാത്തിരിക്കാം. ആകാശങ്ങളിലേക്ക് കയറിപ്പോയവൻ പോയതുപോലെ തന്നെ തിരിച്ചു വരുമെന്ന് പറഞ്ഞ നമ്മളിൽ നിന്നും നമ്മളോടൊപ്പം തന്നെ ആയിരിക്കുന്ന, അകറ്റപ്പെട്ടെങ്കിലും കൂടെ ആയിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കാത്തിരിപ്പ്. ഈ കാത്തിരിപ്പിൻ്റെ സന്തോഷവും പ്രത്യാശയും അനുഭവിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ്, വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഇ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദ ബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.